ഇങ്ങനെയാണെങ്കിൽ മലയാള സിനിമ കത്തും. ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ കുറ്റകൃത്യ സംഘടനകളിൽ ഒന്നായ ജപ്പാനിലെ നിഗൂഢ ക്രൈം ഗാങ്ങാണ് യക്കുസ ഗാങ്. അവരുടെ ഉയർന്ന തലവന്മാർ ധരിക്കുന്ന സിമ്പലാണ് ഈ ഡ്രാഗൺ സിമ്പൽ. സോ ഈ വില്ലൻ ആരായാലും അതൊരു ഒന്നൊന്നര വില്ലനാകുമെന്നതിൽ ഒരു സംശയമില്ല. ഞങ്ങൾക്ക് സംശയം ഉണ്ടാകും. നീ കൈവച്ചാൽ അതിൻ്റെ സംശയം. മലയാളത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയിട്ടുള്ള ചിത്രങ്ങളിൽ ഒന്നായ ലൂസിഫറിന് ശേഷം ഇനി എമ്പുരാൻ്റെ വരവാണ്. ഇന്നിപ്പോൾ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി. 30 കോടിയായിരുന്നു ലൂസിഫറിൻ്റെ മുതൽ മുടക്ക്. പടം സ്വന്തമാക്കിയതോ 127 കോടി. എമ്പുരാൻ്റെ ബഡ്ജറ്റ് ഒഫീഷ്യൽ കണക്കുകൾ നിലവിൽ പുറത്തു വന്നിട്ടില്ല. എങ്കിലും എങ്ങനെ പോയാലും ഒരു 100-110 കോടിക്ക് മുകളിൽ വരും. അതായത് ലൂസിഫർ നേടിയ ലെവലിലുള്ള കളക്ഷൻ നേടണമെങ്കിൽ കുറഞ്ഞത് 232 കോടിയെങ്കിലും എമ്പുരാൻ അടിക്കണം. എന്ന് വെച്ചാൽ ലൂസിഫറിൻ്റെ കളക്ഷനേക്കാൾ 89% കൂടുതൽ. ചെറിയ കളിയല്ല. ഇതൊക്കെ വരാനിരിക്കുന്ന റെക്കോർഡുകൾ. പക്ഷേ ഓൾറെഡി റെക്കോർഡുകളൊക്കെ തകർത്താണ് സിനിമയുടെ വരവ്. 30 കോടിക്കാണ് ഓവർസീസ് റൈറ്റ്സ് വിറ്റുപോയത്. ആദ്യമായാണ് ഒരു മലയാള സിനിമയുടെ റൈറ്റ്സ് ഇത്ര വലിയ എമൗണ്ടിന് സോൾഡ് ആകുന്നത്. തള്ളല്ലെന്ന് ഇത് പറയാം. 1 മണിക്കൂറിൽ എമ്പുരാൻ്റെ 83,000-ൽ കൂടുതൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ വിറ്റിരിക്കുന്നത്. ഇതിനു മുന്നേ ആദ്യ ദിന അഡ്വാൻസ് ബുക്കിംഗിന് റെക്കോർഡിട്ട ചിത്രം ലിയോ ആയിരുന്നു. 82,000-ൽ കൂടുതൽ ടിക്കറ്റുകളാണ് ലിയോയ്ക്ക് വിറ്റുപോയത്. ഈ റെക്കോർഡുകളെല്ലാം വെറും 1 മണിക്കൂറിലാണ് എമ്പുരാൻ തൂക്കിയടിച്ചിരിക്കുന്നത്. പിന്നെ റവന്യൂ ഉയരുന്തോറും ടാക്സും കൂടും. ടിക്കറ്റ് സെയിൽസിന്റെ GST, കോർപ്പറേറ്റ് ടാക്സസ് ഓൺ പ്രോഫിറ്റ്സ്, ഇതൊന്നും പോരാഞ്ഞിട്ട് ഇന്റർനാഷണൽ ടാക്സ് ഡിഡക്ഷൻസ് ഓൺ ഫോറിൻ ഏർണിംഗ്സ് എല്ലാം വരും. എന്തായാലും റെക്കോർഡുകളൊക്കെ തകർത്ത് ഫാൻസിന്റെ പ്രതീക്ഷകൾക്ക് മേലെ എമ്പുരാൻ തകർക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും ആരായിരിക്കും അതില്ല? കമന്റ് ചെയ്യൂ.